ومن يتق الله يجعل له مخرجا ويرزقه من حيث لا يحتسب ومن يتوكل على الله فهو حسبه إن الله بالغ أمره قد جعل الله لكل شيء قدرا. السلام عليكم ورحمة الله وبركاته. പ്രിയമുള്ള വിശ്വാസികളെ, മരണം എന്ന വിഷയത്തെക്കുറിച്ച്, ആ മരണം സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ആദ്യമായി വിവരിച്ചു കഴിഞ്ഞു. ഇനി ഈ വിഷയത്തിന്റെ രണ്ടാം ഭാഗം മയ്യിത്ത് സംസ്കരണവുമായി ബന്ധപ്പെട്ട ചില മസ്അലകളും നിയമങ്ങളും മര്യാദകളുമാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. മരണാസന്നരായ ആളുകൾക്ക് ചെയ്തു കൊടുക്കേണ്ട ചില കാര്യങ്ങളാണ് കഴിഞ്ഞയാഴ്ച അവസാനിപ്പിച്ചപ്പോൾ പറഞ്ഞു വച്ചത്. മഹത്തുക്കളായ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ വളരെ വിശദീകരിച്ചു പറഞ്ഞ മര്യാദകളാണവ. വളരെ പെട്ടെന്ന് മനസ്സിലാക്കാവുന്ന ഈ കാര്യങ്ങളൊക്കെ തന്നെ ഹദീസിന്റെ പിൻബലത്തോടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രവൃത്തികളുമായി ബന്ധപ്പെടുത്തി തെളിവുദ്ധരിച്ചുകൊണ്ടാണ് ഫുഖഹാ അഥവാ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. വിശ്വപ്രസിദ്ധ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളായ ഫത്ഹുൽ മുഈൻ, മുഗ്നി, തുഹ്ഫ അടക്കമുള്ള ചില കിതാബുകൾ പരിശോധിച്ചതിൽ നിന്ന് കിട്ടിയ മയ്യിത്ത് സംസ്കരണത്തിലെ സദാചാര നിഷ്ഠകൾ ആണ് ഇൻഷാ അല്ലാഹ് ഇനി പറയാനും മനസ്സിലാക്കാനും ഉള്ളത്. ഇത് ഒരു ക്ലാസിന്റെ ശൈലിയിലേ പറയാൻ പറ്റുള്ളൂ. കഴിഞ്ഞയാഴ്ച ഇക്കാര്യങ്ങൾ ചിലതൊക്കെ ഉണർത്തിയപ്പോൾ ഒരു കൂട്ടുകാരൻ പറഞ്ഞു, പ്രസംഗം ഒരു എന്തോ വായിക്കുന്നത് പോലെ തോന്നി, ഇതിങ്ങനെ പറയാൻ പറ്റുള്ളൂ. നേരെ മറിച്ച് ഞാനിപ്പോൾ ഈ വിഷയം പറയുമ്പോൾ മയ്യിത്തിനെ ഖിബലയിലേക്ക് നേരിടിക്കണം എന്ന് പ്രസംഗിച്ചാൽ ഒരു പക്ഷേ നിങ്ങൾ എന്നെ മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ആകും. അത് വേണ്ടി വരും. കാര്യം മനസ്സിലാക്കുകയാണല്ലോ വേണ്ടത്. അതുകൊണ്ട് ഈ പറയുന്ന വിഷയങ്ങൾ യഥാവിധി നിങ്ങൾ ഗ്രഹിക്കുക. കഴിഞ്ഞയാഴ്ച പറഞ്ഞതുപോലെ തന്നെ ഓരോരുത്തർക്കും അനുഭവിക്കേണ്ട, പ്രവർത്തിക്കേണ്ടി വരുന്ന ഒരു കാര്യമാണിത്. മരണം, അനന്തര ചടങ്ങുകൾ, സംസ്കരണം. അതുകൊണ്ട് രണ്ട് കാര്യങ്ങളാണ് കഴിഞ്ഞയാഴ്ച ഓർമ്മപ്പെടുത്തിയത്. ഒന്ന്, മരണാസന്നരായവരെയും മരിച്ചവരെയും കിടത്തേണ്ട രൂപം. അത് കേട്ടു ഏറെക്കുറെ വിശദീകരിച്ചെങ്കിലും പലർക്കും, പല സുഹൃത്തുക്കൾക്കും കിടത്തലുമായി ബന്ധപ്പെട്ട സംശയം തീർന്നിട്ടില്ല എന്നറിയാൻ സാധിച്ചു. വലതുഭാഗത്തിന്റെ മേൽ ഖിബിലയിലേക്ക് ചെരിച്ചു കിടത്തലാണ് ഒന്നാം രൂപം. രണ്ടാം രൂപം ഇടത് ഭാഗത്തിന്റെ മേൽ ചെരിച്ചുകൊണ്ട് ഖിബിലയിലേക്ക് കിടത്തുക. മൂന്നാമത്തെ രൂപം കാലിന്റെ പള്ള ഖിബിലയിലേക്ക് നേരിടും വിധം പടിഞ്ഞാറ് ഭാഗത്തേക്ക് കാല് നീട്ടിക്കൊണ്ട് നേരെ മലർത്തി കിടത്തുക. ഇപ്പൊ സംശയം എന്താന്ന് വെച്ചാല്, വലതുഭാഗത്തിന്റെ മേൽ ചെരിച്ചു കിടത്തുമ്പോൾ അങ്ങനെ ചെരിഞ്ഞു കിടക്കൂലല്ലോ, വല്ല തലയണയോ മുട്ടോ തടവൊക്കെ കൊടുക്കേണ്ടി വരൂലേ എന്നുള്ളതാണ്. അങ്ങനെ കൊടുക്കേണ്ടി വന്നാൽ തലയിണയോ എന്തെങ്കിലും തടവ് വെക്കുന്നതിൽ വിരോധമില്ല. ഇതൊരു പ്രയാസമായ രീതിയായതുകൊണ്ടാണ് മൂന്നാമത്തെ രീതി നാട്ടു നടപ്പായി വന്നത്. അതിനെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അവരുടെ കിതാബുകളിൽ അംഗീകരിച്ചു പറഞ്ഞു. മൂന്നാമത്തെ രീതി വഅലൈഹി അമലുന്നാസ്, ജനങ്ങൾ സാധാരണ ചെയ്യാറുള്ളത് മൂന്നാമത്തെ രീതിയാണ്. മലർത്തി അങ്ങ് നേരെ കിടത്തുക, എന്നിട്ട് തല അല്പം ഉയർത്തി, വല്ല ശീലയോ ചെറിയ തലയിണയോ വെച്ച് തല ഉയർത്തി കൊടുക്കുക. ഒരു കുഴപ്പമില്ല. ഈ മൂന്നാമത്തെ രീതി മതി. വഅലൈഹി അമലുന്നാസ്, ജനങ്ങൾ സർവ്വസാധാരണമായി കിടത്തി വരുന്നത് ഈ രീതിയിലാണ്, കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ നാടുകളിൽ ഈ കാണുന്ന നാലാമത്തെയും അഞ്ചാമത്തെയും രീതി അംഗീകരിക്കാനാവില്ല. ഇസ്ലാമിന്റെ നിയമപുസ്തകങ്ങളിൽ അത് ഇല്ല. എന്ന് വെച്ചാൽ മലർത്തി കിടത്തിയിട്ട് മുഖം മാത്രം തിരിച്ചു വെക്കുന്ന രീതി ഇല്ലാത്ത രീതിയാണ്.
ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ടാവും. രണ്ടാമത്തെ കാര്യം, കെലിമ ചൊല്ലിക്കൊടുക്കുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. ഇനി മൂന്നാമത്തെ കാര്യം, മരണാസന്നനായ ആളുടെ റൂമിൽ നിന്ന്, അദ്ദേഹം കിടക്കുന്ന ആ പരിസരത്ത് നിന്ന് റഹ്മത്തിന്റെ മലക്കുകൾ കേറി വരുന്നതിന് തടസ്സമാകുന്ന വസ്തുക്കൾ നീക്കം ചെയ്യുക. സത്യവിശ്വാസി മരണപ്പെടുന്ന സമയത്ത് അതിനു മുമ്പ് തന്നെ, മുഅ്മിനായ മനുഷ്യൻ മരണപ്പെടുന്നതിന്റെ മുമ്പ് തന്നെ ധാരാളം മലക്കുകൾ അവിടെയെത്തും. തുടർന്ന് മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാമിന്റെ കൂടെ അകമ്പടി സേവിച്ചുകൊണ്ട് പിന്നെ കൂടുതൽ മലക്കുകൾ വേറെയും വരുമെന്ന ഹദീസ് നേരത്തെ പറഞ്ഞു, നിങ്ങൾ കേട്ടു പഠിച്ചു. ഈ മലക്കുകൾക്ക് അവന്റെ സന്നിധിയിലേക്ക് കടന്നു വരാൻ പ്രതിബന്ധമാകുന്ന, തടസ്സമാകുന്ന വസ്തുക്കൾ അവിടെ നിന്ന് നീക്കം ചെയ്യുക. എന്തൊക്കെയാണ് മലക്കുകളുടെ വരവിന് തടസ്സമാകുന്ന വസ്തുക്കൾ? നായ, പ്രതിമകൾ, ജീവികളുടെ രൂപങ്ങൾ, പ്രതിമകൾ, ആർത്തവകാരികൾ അഥവാ വലിയ അശുദ്ധിയുള്ള ജനാപത്തുകാർ, ഇവകൾ ഉള്ള ഭാഗത്തേക്ക് റഹ്മത്തിന്റെ മലക്കുകൾ വരികയില്ല. ഫുഖഹാ തെളിവ് പറഞ്ഞു. കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അവരെ അഭിപ്രായം തട്ടിവിടുകയല്ല ചെയ്യുന്നത്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നൽ മലായികത ലാ തദ്ഖുലു ബൈതൻ ഫീഹി കൽബുൻ വലാ സൂറത്തുൻ വലാ ജുനുബുൻ. നിശ്ചയം അള്ളാഹുവിന്റെ അനുഗ്രഹീതരായ മാലാഖമാർ ഒരു വീട്ടിലേക്ക് കയറി വരില്ല. ഫീഹി കൽബുൻ, ആ വീട്ടിൽ നായയുണ്ട്. ഔ സൂറത്തുൻ, അല്ലെങ്കിൽ പ്രതിമകളുണ്ട്. വലാ ജുനുബുൻ, വലിയ അശുദ്ധിക്കാരുണ്ട്. ആ ഭാഗത്തേക്ക് അള്ളാഹുവിന്റെ മലക്കുകൾ വരികയില്ല. അനുഗ്രഹീത റഹ്മത്തിന്റെ മലക്കുകൾ, അദാബിന്റെ മലക്ക് വരും. അതുകൊണ്ട് വിശ്വാസിയുടെ മരണസമയത്ത് സന്നിഹിതരാകുന്ന ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന് മലക്കുകൾ വരുമെന്ന് കേട്ടല്ലോ. ഇതിന് തടസ്സമുണ്ടാക്കുന്ന പ്രവർത്തനം നമ്മിൽ നിന്നുണ്ടാകരുത്. വല്ലതും തടസ്സമായ ആക്കുന്ന വസ്തു ഉണ്ടെങ്കിൽ അത് നീക്കം ചെയ്യാൻ വീട്ടുകാരും വേണ്ടപ്പെട്ടവരും ബാധ്യസ്ഥരാണ്. ആയതിനാൽ നായയുണ്ടെങ്കിൽ അതിനെ അകലേക്ക് കൊണ്ടുപോയി കെട്ടുക. രൂപങ്ങൾ, പ്രതിമകൾ, ജീവികളുടെ രൂപങ്ങളുണ്ടെങ്കിൽ അത് അവിടെ നിന്ന് എടുത്തു മാറ്റണം. വലിയ അശുദ്ധിയുള്ള ആളുകളുണ്ടെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോകണം. മരിക്കാൻ നല്ലത് ആശുപത്രിയല്ല. ഒരാളെ ചികിത്സക്ക് വേണ്ടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഇനിയിപ്പോ പ്രതീക്ഷയില്ല, വീട്ടിൽ കൊണ്ടുപോയി ഉള്ള ഭക്ഷണം കൊടുത്തു മരുന്നും കൊടുത്താൽ മതി. ഡോക്ടർ പറഞ്ഞാൽ വേണ്ട ഡോക്ടർ ഇവിടെ തന്നെ കിടന്നോട്ടെ എന്ന് പറയുന്ന രീതി നമ്മിലുണ്ട്. അത് അത്ര നല്ലതല്ല. ആശുപത്രി കിടക്കയിൽ കിടന്ന് മരിക്കുമ്പോ നമ്മുടെ സദാചാര നിഷ്ഠകൾ പലപ്പോഴും പാലിക്കാൻ സാധിക്കാതെ വരുന്നു എന്ന നഗ്ന യാഥാർത്ഥ്യം നാം ആരും വിസ്മരിക്കരുത്. കാരണം അവിടെ ജനാപത്തുള്ള സിസ്റ്റർമാരുണ്ടാകും, കുളി ശരിയാകാത്ത സ്ത്രീകളുണ്ടാവും. അവരൊക്കെ ഈ സമയത്ത് നമ്മുടെ കൂടെ. നിർബന്ധിത സാഹചര്യത്തിൽ രക്ഷയില്ല. നല്ലതേതായാലും വീടാണ്. അള്ളാഹു വീട്ടിൽ നിന്ന് ആ സമയം, മരിക്കേണ്ട സമയം ഏതായാലും മരിക്കണല്ലോ, വീട്ടിൽ നിന്നുള്ള ഒരു സന്തോഷത്തോടുകൂടെയുള്ള മരണം നമുക്കൊക്കെ പ്രദാനം ചെയ്യട്ടെ. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഒരു ഹദീസ് കേട്ടോളൂ. ആയിഷ റളിയല്ലാഹു അൻഹാ ഖാലത്, മഹദി ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ പറയുന്നു, വഅദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീലു അലൈഹി സലാം ഫീ സഅത്തിൻ അൻ യഅതിയഹു. ജിബ്രീൽ അലൈഹിസ്സലാം ഒരിക്കൽ നബിയോട് കരാറ് ചെയ്തു, പ്രതിജ്ഞ ചെയ്തു. ഫീ സഅത്തിൻ അൻ യഅതിയഹു, നിർണിത സമയത്ത് ഞാൻ വരാം എന്ന് വാക്കുകൊടുത്തു. നബിയുടെ അടുത്ത് വന്നിട്ട് സന്ദേശവാഹകനായ മാലാക ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, നബിയെ നിശ്ചിത ആ സമയത്ത് ഞാൻ വരാം. സമയം പറഞ്ഞു കൊടുത്തു. ആ സമയത്ത് താങ്കളുടെ ചാരത്ത് ഞാൻ അള്ളാന്റെ സന്ദേശവും കൊണ്ട് വരാം. വാക്ക് കൊടുത്ത് പിരിഞ്ഞുപോയി. ഫജാഅത് തിൽക സാഅ, ആ പറയപ്പെട്ട സമയമായി. വലം യഅതിഹി, ജിബ്രീൽ അലൈഹിസ്സലാം വന്നു കണ്ടില്ല. ആ പറഞ്ഞ സമയമായി, വന്നില്ല. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി പറഞ്ഞു, അല്ലാഹുവും അവന്റെ ദൂതന്മാരും അവന്റെ മലക്കുകളും വാക്ക് ലംഘിക്കുന്നവരല്ലല്ലോ. അല്ലാഹുവും അവന്റെ മലക്കുകളും വാക്ക് തെറ്റിക്കുന്നവരല്ലല്ലോ. എന്തേ ഇവിടെ കുഴപ്പം പറ്റിയത്? പ്രവാചകർക്ക് വിഷമമായി, പ്രയാസായി. ആയിഷ ബീവി പറയാണ്, ഇമാം മുസ്ലിം തന്റെ സ്വഹീഹിൽ ഉദ്ധരിച്ച ഹദീസാണ്.
അങ്ങനെ ഈ മനപ്രയാസത്തോടെ നിലകൊള്ളവേ പെട്ടെന്നാണ് ഒരു കാഴ്ച കണ്ടത്. തന്റെ വീട്ടിലെ റൂമിലെ കട്ടിലിനടിയിൽ ഒരു നായക്കുട്ടിയെ കണ്ടു. നായക്കുട്ടിയെ കണ്ടപ്പോ ഉടനെ ആയിഷ ബീവി പറയുന്നു, എന്നെ റസൂല് വിളിപ്പിച്ചു, ഇവിടെ വാ താൽ. ഞാൻ അടുത്തേക്ക് ചെന്നപ്പോ ഈ സാധനം എപ്പോഴാ ഇതിനകത്തോട്ട് കയറിയത്? ഫഖുൽതു ലാ അദ്രി യാ റസൂലല്ലാഹ്, എനിക്കറിയില്ല ഇതെപ്പോഴാ അകത്തേക്ക് കയറിയത്, എനിക്കറിയില്ല. ഉടനെ തന്നെ ആയിഷ ബീവി പറയുന്നു, അവിടെ ഉണ്ടായ സംഭവം നബി തങ്ങൾ ആ നായക്കുഞ്ഞിനെ വെളിയിലേക്ക് കടത്തിവിട്ടു. ഉടനെ തന്നെ ഫജാഅ ജിബ്രീലു അലൈഹിസ്സലാം, ഉടനെ ജിബ്രീൽ അലൈഹിസ്സലാം വന്നപ്പോ ചോദിച്ചു, എന്ത് പറ്റിപ്പത്, എന്ത് പറഞ്ഞ സമയത്ത് വരാതിരുന്നത് എന്തുകൊണ്ട്? ഫഖാല ജിബ്രീലു അലൈഹിസ്സലാം മനഅനിൽ കൽബു അല്ലദീ കാന ഫീ ബൈതിക, എനിക്ക് തടസ്സമായത്, എന്നെ തടഞ്ഞു വെച്ചത് അങ്ങയുടെ വീട്ടിലുണ്ടായിരുന്ന ആ നായയാണ്. അങ്ങേക്കറിയില്ലേ നബിയേ, ഇന്നാ ലാ നദ്ഖുലു ബൈതൻ ഫീഹി കൽബുൻ വലാ സൂറത്തുൻ, ബിംബങ്ങളുള്ള ജീവികളുടെ രൂപങ്ങളുള്ള വീട്ടിലേക്ക്, നായയുള്ള വീട്ടിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുകയില്ല എന്ന് താങ്കൾക്കറിയില്ലേ? ആ നായയാണ് എന്റെ കടന്നുവരവിന് പ്രതിബന്ധമായത്, തടസ്സമായത്. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസ്. രൂപങ്ങൾ അത് സൂക്ഷിക്കേണ്ട സംഗതിയാ. ബഹുമാനത്തോടുകൂടെ അല്ലെങ്കിൽ അലങ്കാരത്തിന് വേണ്ടി നമ്മുടെ വീടുകളിലൊക്കെ ജീവികളുടെ രൂപങ്ങളുണ്ട്. പള്ളി സെക്രട്ടറിന്റെ വീട്ടിലുണ്ടാവും. ഇവിടുത്തെ കഥയല്ല പറയുന്നത് മൊത്തത്തില്. നിങ്ങൾ ഇവിടുത്തെ പള്ളി സെക്രട്ടറിയും പ്രസിഡന്റിനെയും അവിടെ നോക്കി ചോദിക്കണ്ട, വീട്ടിലുണ്ടല്ലേ. പൊതുവെ കുറച്ചൊക്കെ മതനിഷ്ഠയുള്ള ബോധമുള്ള ആളുകളുടെ വീട്ടിലും റഅയ്തു ബിഅയ്നയ്യ, ഞാൻ കണ്ടിട്ടുണ്ട്. പാടില്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, മുത്തഫഖുൻ അലൈഹി ആയ ഹദീസ് ബുഖാരിയിലും മുസ്ലിമിലും മറ്റെല്ലാ ഹദീസിലുമുള്ള ഹദീസാണ്. കുല്ലു മുസവ്വിരിൻ ഫിന്നാർ, എല്ലാ രൂപം സൃഷ്ടിക്കുന്നവരും നരകത്തിലാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാൻ, എല്ലാ രൂപം ഉണ്ടാക്കുന്നവരും നരകത്തിലാണ്. ഖാല ഇബ്നു അബ്ബാസിൻ, മഹാനായ സഹാബി വര്യൻ ഇബ്നു അബ്ബാസ് തങ്ങൾ പറയാൻ, ഫഇൻ കുൻത ലാ ബുദ്ദ ഫാഇലൻ, നിനക്കിനി എന്തെങ്കിലും ഒരു രൂപം നിന്റെ ഷോക്കേസിൽ വെക്കാൻ നിർബന്ധിതനായി കഴിഞ്ഞാൽ, കൂടാതെ കഴിയില്ലെങ്കിൽ ഫഇൻ കുൻത ലാ ബുദ്ദ ഫാഇലൻ, വീട് നല്ല മൊഞ്ചുള്ള വീടൊക്കെ പണിതു അലങ്കാരം വേണ്ടേ, എന്തെങ്കിലും വസ്തു പ്രതിഷ്ഠിക്കണമെന്ന് നിനക്ക് നിർബന്ധമുണ്ടെങ്കിൽ ഫസ്നഇ ശജറ വമാ ലാ റൂഹ ഫീഹി, നീ മരങ്ങളുടെ സസ്യലോകത്തിന്റെ ഏതെങ്കിലും മരത്തിന്റെ രൂപം വെച്ചോ, അല്ലെങ്കിൽ വമാലാ റൂഹ ഫീഹി, ജീവനില്ലാത്ത വസ്തുക്കളുടെ രൂപം വെച്ചോ, എന്നാലും ജീവികളുടെ രൂപം വെക്കരുത്, അത് അപകടമാണ്. ശറഹ് മുസ്ലിമിൽ ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാലൽ ഉലമാഉ, ലോകത്ത് വന്ന സകല ആലിമീങ്ങളും പറയുന്നു, തസ്വീറു സൂറത്തിൽ ഹയവാൻ, ജീവികളുടെ രൂപമുണ്ടാക്കലും ബഹുമാനത്തോടെ അവകളെ വീട്ടിലാണെങ്കിലും മറ്റെവിടെയാണെങ്കിലും പ്രതിഷ്ഠിക്കലും ഹറാമുൻ ശദീദുൻ, കനത്ത ഹറാമാണ്. വഹുവ മിനൽ കബായിരി, അത് പലപ്പോഴും വൻ ദോഷത്തിൽ പെട്ടുപോകുക വരെ ചെയ്യാം. അതുകൊണ്ട് ഇക്കാര്യം വളരെ ശ്രദ്ധിക്കുക. ഈ മേഖലയിൽ ചെറിയ ഒരു ഇളവുള്ളത് എവിടെ അറിയോ? പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് കളിക്കാൻ വേണ്ടി ജീവികളുടെ രൂപം വാങ്ങിക്കൊടുക്കാം. പറയുമ്പോ എല്ലാം പറയാം. കൊച്ചുകുട്ടികൾക്ക് കളിക്കാൻ, അതെന്ന് പറഞ്ഞാൽ അതിനെ ബഹുമാനിക്കൂല. അവരെ കയ്യിലുള്ള പാവ പലപ്പോഴും നിലത്തായിരിക്കും അല്ലെങ്കിൽ മൂത്രത്തിലായിരിക്കും. അപ്പൊ കുഞ്ഞുങ്ങൾക്ക് കളിക്കാൻ വേണ്ടി മാത്രമാണ് ഇസ്ലാം ചെറിയ ഒരു ഇളവ്. എന്നാൽ തന്നെ മുജ്തഹിദുകളായ ഇമാമുകളിൽ ചിലർ കുഞ്ഞുങ്ങൾക്ക് അത് വാങ്ങിക്കൊടുക്കൽ കറാഹത്താണ്, തെറ്റല്ലെങ്കിലും നല്ലതിനെതിരാണ് എന്ന് പറഞ്ഞ ആലിമീങ്ങളുണ്ട്. എന്തൊക്കെയാകട്ടെ, ഈ രൂപങ്ങൾ അത് പ്രതിസന്ധിയാണ്. അതുപോലെ തന്നെ വലിയ അശുദ്ധിയുള്ള ആളുകൾ, ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, വലിയ അശുദ്ധിയുള്ളവർക്ക് മരണം നടക്കുന്ന സമയത്ത് വരുന്നതിലെ വിലക്കുള്ളൂ. ഇത് കേട്ട് പലരും തെറ്റിദ്ധരിക്കണ്ട. അല്ലെങ്കിലേ ഇത്തരം വിഷയങ്ങളിലൊക്കെ ഒരുപാട് അന്ധവിശ്വാസങ്ങൾ നമുക്ക് കടന്നു വന്നിട്ടുണ്ട്. മരിച്ച വീട്ടിലേക്ക് ആർത്തവമുള്ള പെണ്ണിന് പോവാൻ പാടില്ല, വലിയ അശുദ്ധിയുള്ള ആൾക്ക് പോവാൻ പാടില്ല എന്ന ഒരു അബദ്ധധാരണ സമൂഹത്തിലുണ്ട്. അങ്ങനെ ഇസ്ലാം പറഞ്ഞിട്ടില്ല. മരണസമയത്ത് വരരുത് എന്ന് മാത്രം. മരണം കഴിഞ്ഞാൽ വലിയ അശുദ്ധിയുള്ള പെണ്ണിന്, ആർത്തവമുള്ള പെണ്ണിന് ആ വീട്ടിൽ വരുന്നത് കൊണ്ടും മയ്യിത്ത് സംസ്കരണത്തിൽ സാക്ഷിയാകുന്നത് കൊണ്ടും യാതൊരു കുഴപ്പവുമില്ല, വിരോധവുമില്ല. അങ്ങനെ വിരോധം പറയുന്നത് സഹോദര സമുദായം, ഹൈന്ദവ സുഹൃത്തുക്കളുടെ വികലമായ വിശ്വാസത്തിന്റെ ഭാഗമാണ്. മുസ്ലിങ്ങൾ അത് വിശ്വസിക്കാൻ പാടില്ല.
മരിച്ചെടുത്തേക്ക് പോരുന്നുണ്ടോ? കൊച്ചാപ്പാന്റെ മകള് മരിച്ചിട്ടുണ്ടല്ലോ, പോവല്ലേ, എനിക്കിന്ന് വരാൻ പറ്റില്ല. അതെന്റെ ഒരു ശരി, മറ്റേതാ സംഭവം. അപ്പൊ എന്താന്ന് വെച്ചാൽ അങ്ങനെ പ്രശ്നമില്ല, ഇസ്ലാം അത് വിലക്കിയിട്ടില്ല. ആ സമയത്ത് മാറി നിൽക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇതുപോലെ നായയെ വേട്ടയ്ക്ക് വേണ്ടിയും പാറാവിന് വേണ്ടിയും സുരക്ഷയ്ക്ക് വേണ്ടിയുമൊക്കെ നായയെ വളർത്താവുന്നതാണ്. പക്ഷേ നിബന്ധനകൾക്ക് വിധേയമായി കൊണ്ടു മാത്രം. അവിടെ നിയമങ്ങളുണ്ട്, നായയെ വളർത്താനും നിയമമുണ്ട്. ആ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ആവശ്യത്തിന് നായയെ വളർത്തുന്നത് കൊണ്ട് തെറ്റില്ല. അപ്പോ ചുരുക്കി പറഞ്ഞാൽ റഹ്മത്തിന്റെ മലക്കുകളുടെ കടന്നുവരവിന് തടസ്സമാകുന്ന ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വസ്തുക്കൾ മരണം നടക്കുന്ന സമയത്ത് ആ വീട്ടിൽ നിന്ന് മാറ്റണം. മനസ്സിലായില്ലേ? അടുത്ത കാര്യം, ഈ സമയത്ത് അദ്ദേഹത്തിന്റെ സന്നിധിയിൽ വെച്ച് മരിക്കാൻ പോണ ആളുടെ മുന്നിൽ വെച്ചിട്ട് സൂറത്തു യാസീൻ പാരായണം ചെയ്യൽ സുന്നത്താണ്. എന്തേ തെളിവ്? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഖ്റഊ അലാ മൗതാകും സൂറത്ത യാസീൻ. മരണാസന്നരായ ആളുകളുടെ മുമ്പാകെ നിങ്ങൾ യാസീൻ സൂറ പാരായണം ചെയ്യണം. എന്തിനാന്നും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. عن أبي الدرداء رضي الله عنه قال قال رسول الله صلى الله عليه وسلم ما من ميت يموت إلا قرئت عنده سورة ياسين قرئت عنده سورة ياسين إلا هون الله عليه ما من ميت يموت. ഏതൊരാൾ മരിക്കുന്ന സമയത്തും ഫതുഖറഉ ഇൻദഹു സൂറത്തു യാസീൻ, ആ മരണാസന്നനായ വ്യക്തിയുടെ മുമ്പാകെ അവിടെ വെച്ച് യാസീൻ ഓതിയാൽ ഇല്ലാ ഹവ്വനല്ലാഹു അലൈഹി, ആ മരണം അല്ലാഹു അയാൾക്ക് എളുപ്പമാക്കി കൊടുക്കും, വളരെ സിമ്പിളാക്കി കൊടുക്കും, മാർദ്ദവമാക്കി കൊടുക്കും, സുഖകരമാക്കി കൊടുക്കും. അപ്പൊ മരണത്തിൽ സുഖം കിട്ടാൻ യാസീൻ ഓതുക. വഅൻ യഖറഅ സൂറത്തുർ റഅദി, സൂറത്തുർ റഅദ് ഓതുക, മറ്റൊരു സൂറത്താണ്. ലിഅന്നഹാ യുസഹിലു തുലൂവർ റൂഹ്, ശരീരത്തിൽ നിന്ന് റൂഹ് വേർപെട്ടു പോരാൻ സൂറത്തുർ റഅദും സഹായകമാണ്. വളരെ എളുപ്പം റൂഹ് പിരിഞ്ഞു പോകാൻ പ്രയാസമില്ലാത്ത മരണത്തിന് വേണ്ടി സൂറത്തുർ റഅദും പാരായണം ചെയ്യൽ നല്ലതാകുന്നു. യാസീൻ ഓതുക, സൂറത്തുർ റഅദ് ഓതുക. യാസീൻ ഒരുപാട് മഹത്തുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമൻ ഖറഅഹാ വഹുവ ഖായിഫുൻ അമിന, ഭയമുള്ള ആശങ്കയുള്ള ഒരാൾ സൂറത്ത് യാസീൻ ഓതിയാൽ അമിന, ആ മനുഷ്യന് നിർഭയത്വം കിട്ടും, സമാധാനം കിട്ടും. ഔ ജാഇഉൻ ശുബിയ, വിശന്ന ഒരാൾ യാസീൻ സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ അവന്റെ വിശപ്പ് മാറും, പട്ടിണി മാറും. ഔ അത്ശാനുൻ സുഖിയ, ദാഹമുള്ള ആൾ യാസീൻ ഓതിയാൽ ദാഹം തീരും. ഔ ആരിൻ കുസിയ, വസ്ത്രം ഇല്ലാത്ത ആൾ യാസീൻ ഓതിയാൽ വസ്ത്രം കിട്ടും. ഔ മരീദുൻ ശുഫിയ, രോഗബാധിതനായ ആൾ യാസീൻ ഓതിയാൽ രോഗശാന്തി കിട്ടും. എന്നുവെച്ചാൽ വിശന്ന ആള് ഭക്ഷണം കഴിക്കാതെ യാസീൻ ഓതി ഇരുന്നാൽ മതി എന്നല്ല ഈ പറഞ്ഞത്. പള്ളയെ വിശക്കണ നേരത്ത് യാസീൻ ഓതുക, അപ്പൊ പരിഹാരം റസൂല് പറഞ്ഞിട്ടുണ്ടല്ലോ, അതല്ല. നിനക്ക് സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്, ഭക്ഷണത്തിൽ നിനക്ക് ബറക്കത്ത് കുറവുണ്ടെങ്കിൽ ആ സമയത്ത് ആത്മാർത്ഥമായി യാസീൻ പാരായണം ചെയ്താൽ സാമ്പത്തികമായ പുരോഗതിക്ക് അതൊരു നിമിത്തമാകും, അതൊരു കാരണമാകുമെന്നാണ് ഈ ഹദീസിന്റെ അർത്ഥം. അല്ലെ, നമ്മുടെ ആഗ്രഹങ്ങൾ സഫലീകരിച്ച് കിട്ടാൻ രണ്ട് മാർഗമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. രണ്ട് മാർഗം. ആഗ്രഹ സഫലീകരണത്തിന് എന്നും സുബഹി കഴിഞ്ഞ് പള്ളിക്ക് മുമ്പിലുള്ള നേർച്ച വഞ്ചിയിൽ 10 രൂപ ഇട്ടത് കൊണ്ടായില്ല. അത് ബലാ മുസീബത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അത് മതി. ഹദീസുണ്ട്. ഇഖ്ലാസിൽ ആത്മാർത്ഥമായി ദാനം ചെയ്താൽ വലിയ നേട്ടമുണ്ട്. ഒക്കെ ശരിയാണ്. നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറിക്കിട്ടാൻ രണ്ട് മാർഗമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. എന്താ രണ്ട് മാർഗം? ഇബ്നു മാജ ഉദ്ധരിച്ച ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാഉ സംസമിൻ ലിമാ ശുരിബ ലഹു വസൂറത്തു യാസീൻ ലിമാ ഖുരിഅത് ലഹു. മാഉ സംസമിൻ ലിമാ ശുരിബ ലഹു, സംസം വെള്ളം എന്തൊന്നിനു വേണ്ടിയാണോ കുടിച്ചത് ആ കാര്യം സാധിച്ചു കിട്ടും.
ഏതൊരു നിയ്യത്ത് വെച്ചാണോ മാഉ സംസം കുടിച്ചത് എങ്കിൽ ആ നിയ്യത്ത് നിങ്ങൾക്ക് സഫലീകരിച്ച് കിട്ടും, അത് നിങ്ങൾക്ക് സാധിച്ചു കിട്ടും. അതുകൊണ്ട് പണ്ഡിതന്മാര് പറഞ്ഞു വഅൻ യസ്തഹ്ളിറ ഫീ ഖൽബിഹി ഇൻദ ശുർബിഹി, സംസം നിങ്ങൾ കുടിക്കുമ്പോ സാധാരണ വെള്ളം കുടിക്കും പോലെ കുടിക്കരുത്. ബിസ്മി ചൊല്ലി കുടിക്കൽ തുടങ്ങുന്നതിന്റെ മുമ്പ് വഅൻ യസ്തഹ്ളിറ ഇൻദ ശുർബിഹി ഫീ ഖൽബിഹി ഇൻദ ശുർബിഹി നിയ്യതൻ സാലിഹതൻ മിൻ ഖൈരിദ് ദുനിയാ വൽ ആഖിറ. കുടിക്കുന്നതിന്റെ മുമ്പ് മനസ്സിൽ വിചാരിക്കുക, എന്ത്? നിയ്യത്തൻ സ്വാലിഹത്തൻ, നല്ല നിയ്യത്ത്. ആ മമ്മദ് ഉണ്ടല്ലോ എന്റെ വിരോധി, ഇത് കണ്ട് കുടിച്ചിട്ട് കണ്ട് എനർജി കിട്ടിയിട്ട് ഒരു മുട്ട് കൊടുക്കണം, അത് പറ്റില്ല. നിയ്യത്തൻ സ്വാലിഹത്തൻ, നല്ല നിയ്യത്ത്. മിൻ ഖൈരിദ് ദുനിയാ വൽ ആഖിറ, ഇരുലോകത്തെയും നന്മക്ക് വേണ്ടിയുള്ള നിയ്യത്ത് വെച്ചിട്ട് വേണം കുടിക്കാൻ. കാരണം ലി അന്ന വഖത ശുർബിഹി മിൻ മളാനി ഔഖാത്തിൽ ഇജാബത്തി, ഉത്തരം കിട്ടാൻ സാധ്യതയുള്ള ഒരു സന്ദർഭമാണ് അത് കുടിക്കുന്ന സമയം. അപ്പൊ സംസം വെള്ളം. സൂറത്തു യാസീൻ ലിമാ ഖുരിഅത് ലഹു, സൂറത്തു യാസീൻ എന്തൊരു നിയ്യത്ത് വെച്ചാണോ പാരായണം ചെയ്തത് എങ്കിൽ ആ നിയ്യത്ത് നിറവേറി കിട്ടും, ആ മുറാദ് ഹാസിലായി കിട്ടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ഒരു നിയ്യത്ത് വെച്ച് പൊന്നാര മൗലവി എന്തോരം യാസീനോദി, ഇതുവരെ നടപടിയായിട്ടില്ല. ഞാനിതിപ്പോ ഹദീസൊക്കെ ഉദ്ധരിച്ച് തെളിവായി പറഞ്ഞാലും നിങ്ങളിൽ ഭൂരിഭാഗം ആളുകൾക്കും ഇതങ്ങോട്ട് ദഹിക്കൂല. ദഹിക്കാത്തതിന് പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങളെ അനുഭവം മറിച്ചായിരിക്കും. അനുഭവം മറിച്ചായിട്ട് ഇനിയിപ്പോ ഒരു 16,000 ഖുർആനായത്ത് നിങ്ങളെ മുന്നിൽ ഓതിയാൽ അത് മുസ്ലിംക്ക് തെറ്റിയതെന്ന് നിങ്ങൾ വിചാരിക്കുള്ളൂ. അത്രേ വിചാരിക്കാൻ ന്യായമുള്ളൂ. അനുഭവം എതിരാണ്. മോക്കട കല്യാണം ശരിയാകാൻ വേണ്ടി എന്നും രാത്രി യാസീനോദി ദുആ ചെയ്യാറുണ്ട്. ഇതുവരെ അത് നല്ലൊരു നിയ്യത്തായിട്ട് പോലും നടന്നിട്ടില്ലല്ലോ. നമ്മുടെ അനുഭവം മറിച്ചാണ്. നബി തങ്ങൾ പറഞ്ഞു സൂറത്തു യാസീൻ ലിമാ ഖുരിഅത് ലഹു, എന്തൊരു കാര്യത്തിന് വേണ്ടിയാണോ ഓതിയത് ആ കാര്യം നടന്നു കിട്ടും. എന്തേ നടന്നു കിട്ടാത്തത്? പല കാരണങ്ങളുണ്ട്. നബി തങ്ങൾ പറഞ്ഞത് പിഴവായത് കൊണ്ടല്ല, നബി തങ്ങളുടെ ഹദീസ് കളവായത് കൊണ്ടല്ല, യാസീനിന് പവറില്ലാത്തത് കൊണ്ടല്ല. പിന്നെ എവിടെ കുഴപ്പം ഈ ഭാഗത്താണ്, ആ ഭാഗത്തല്ല, നമ്മുടെ ഭാഗത്താണ്. ഒന്നാമത് ഈമാനില്ല. ഈമാനില്ലെങ്കിൽ ഫലം കാണൂല്ലോ. റമളാൻ നോമ്പ്, ഇതുപോലെ ഒരുപാട് അമലുകളെ കുറിച്ച് റസൂല് പറഞ്ഞപ്പോ മൻ സ്വാമ റമളാന ഈമാനൻ വഹ്തിസാബൻ, മൻ ഖാമ ഈമാനൻ വഹ്തിസാബൻ. അമലിന്റെ മുന്നേ നിബന്ധനയായിട്ട് പറയും ഈമാൻ വേണം കേട്ടോ. ശേഷം പറയുന്ന ഇതിന്റെ ഫലം കിട്ടണമെങ്കിൽ ഈമാൻ വേണം. യാസീൻ ഓതുന്ന വ്യക്തിക്ക് യഥാവിധി നല്ല നിലയിലുള്ള ഈമാനില്ല. ഏറ്റവും വലിയ ഫാൾട്ട്, അടിസ്ഥാന ഫാൾട്ട് അവിടെ പറ്റി. രണ്ടാമത്തെ ഫാൾട്ട് യാസീനാകണം. പണ്ടൊരു മൊല്ലാക്ക ഓത്ത് പഠിപ്പിച്ചപ്പോ പഠിപ്പിച്ച് അവസാനം ഖുർആൻ ഓതിയപ്പോ ലാസ്റ്റ് മൊല്ലാക്കാറുന്നു ഇതൊക്കെ ജനാപത്തുള്ള നേരത്തെ ഓതാൻ പറ്റിയ സാധന, ഇന്ന് ഖുർആൻ പുളു ആയിട്ടില്ല. ജനാപത്തുള്ള നേരത്ത്, വലിയ ശുദ്ധിയുള്ള നേരത്ത് ഖുർആൻ പാടില്ലല്ലോ. ഇവരെ ഓത്തിട്ടിട്ട് ആ മൊല്ലാക്ക, അധ്യാപകനായ മൊല്ലാക്ക പറഞ്ഞു ഇത് വലിയ ശുദ്ധിയുള്ള നേരത്ത് ഓതാം, സാധന അതാണ്, ഖുർആനല്ല. അപ്പൊ യാസീനാകണം രണ്ടാമത്തെ നിബന്ധന. ഈമാൻ വേണം ഒന്ന്, രണ്ടാമത്തത് യാസീനാകണം, ഖുർആനാകണം ആ ഓതുന്നത്. ആയുധം മൂർച്ചണ്ടാണല്ലോ, എന്നാലല്ലേ അത് ഫലിക്കുള്ളൂ. മൂന്നാമത്തെ കാരണം ലക്ഷ്യം ശരിയാണ്. നേരത്തെ പറഞ്ഞ മാതിരി വികലമായ ലക്ഷ്യമാണെങ്കിൽ ഇവന്റെ ആജ്ഞാനുവൃത്തി ഒന്നും അല്ലല്ലോ അല്ലാഹു സുബ്ഹാനഹു വ തആല. അല്ലേ? യാസീനോദി, ഞങ്ങളുടെ നാട്ടിൽ പണ്ടൊരു ഭ്രാന്തൻ ദുആ ചെയ്തു. യാസീനോദി എന്തിനു അറിയും? ആ ചെറുപ്പക്കാരൻ ഒരു ചങ്ങാതി ദരിദ്രനാണ്, വലിയ ഫത്തീറാണ്. നാട്ടില് വലിയ സമ്പന്നൻ ഒരാളുണ്ട്, ബീരാൻ കാക്ക. ബീരാൻ കാക്കാക്ക് കാറും ലോറിയും എല്ലാം ഉണ്ട്. ഇവൻ ഇത് കണ്ടിട്ട് പഠിച്ചവനെ ബീരാൻ കാക്കാന്റെ പണവും പ്രസിദ്ധി, അയാളെ കഴിവും അയാളെ സുഖമൊക്കെ. അങ്ങനെ ഓരോ ദിവസവും സന്ധ്യ മയങ്ങിക്കഴിഞ്ഞാൽ ഈ ചെറുപ്പക്കാരൻ ഭ്രാന്തൻ യാസീൻ ഓതിയിട്ട് ദുആ ചെയ്യും, പഠിച്ചവനെ ബീരാങ്കാക്കായെ പോലെ എന്നെയാക്ക്, ബീരാങ്കാക്കാനെ പോലെ എന്നെയാക്ക് എന്നും ദുആ. എത്രയോ ദിവസം യാസീനോ ഈ ദുആ ചെയ്തു, അള്ളാഹ് വഴിക്ക് തിരിഞ്ഞു നോക്കിയില്ല. എന്താ ചെയ്യാ? അള്ളത് മാനിച്ചില്ല. ഒരു നടപടിയില്ലാന്ന് കണ്ടപ്പോ ഒടുവിന് പിന്നെ ഒരു ദിവസം യാസീൻ ഓതിയിട്ട് ദുആ ഒന്നിട്ട് മാറ്റി വെച്ചു, പഠിച്ചവനെ ബീരാങ്കാക്കാനെ പോലെ എന്നെ ആക്കാൻ നിനക്ക് കഴിയൂലെങ്കിൽ എന്നെ പോലെ ബീരാങ്കാക്കാനാക്ക് റബ്ബേ. അവസാനത്തെ പ്രാർത്ഥന. ഈ വിധം വികലമായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി അള്ളാനോട് തീർച്ച അള്ള പൊട്ടനാ. ഇന്നൊരനുഭവം എനിക്കുണ്ടായി. ഇന്ന് ഈ വെള്ളിയാഴ്ച ദിവസം വെളിയിൽ വന്നിട്ട് ഒരാൾ, ഞാൻ കോട്ടയത്ത് നിന്ന് വരികയാണ്, മൗലവിയെ ഒന്ന് കാണണം, ഒന്ന് ഇറങ്ങി വരാവോ? എനിക്ക് എന്താ ഇങ്ങനെ ഇറങ്ങി വരാവോ എന്ന് പറയുന്നത്? സംഗതി എന്തൊക്കെയാണെങ്കിലും കുറച്ചൊരു അഡ്വൈസ് നമുക്കുണ്ടാവില്ല. അങ്ങനെ ഇറങ്ങിപ്പോയിട്ട് അയാളെ വേണമെങ്കിൽ ഇങ്ങോട്ട് കയറി വന്നോട്ടെ.
എനിക്ക് അങ്ങോട്ട് കയറി വരാൻ ചില തടസ്സങ്ങളുണ്ട്, വരാവോ? ഇറങ്ങിച്ചെന്നു. ചെന്ന് നോക്കുമ്പോൾ ഒരു വർഗീസ് ചേട്ടനാണ്. വർഗീസ് ചേട്ടൻ എന്താ പറയാനുള്ളത് അറിയോ? പേര് വർഗീസ് ആണെങ്കിലും മുമ്പൊരു മൗലവിയുടെ നിർദ്ദേശപ്രകാരം നിർബന്ധിച്ചല്ല ഞാൻ കെലിമ ചൊല്ലിയ ആളാണ്, അള്ളാഹുവിൽ വിശ്വസിച്ച ആളാണ്. ഞാൻ ഒരിക്കലും കത്തോലിക്കൻ സഭയിലും യാക്കോബ സഭയിലും ഒന്നും ഞാൻ വിശ്വസിക്കൂല. കാരണം അതൊക്കെ വെറും തട്ടിപ്പാണ്, എനിക്ക് നേരിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ക്രിസ്തു മത വിശ്വാസത്തിൽ നിന്ന് ഞാൻ തിരിച്ചിങ്ങോട്ട് പോന്നു. ഞാൻ മുസ്ലിമായി നോക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടില്ല അപ്പൊ കാര്യങ്ങൾ നീങ്ങുന്നത്. അതുകൊണ്ട് ഇപ്പൊ ഇവിടെ നിൽക്കണോ അങ്ങോട്ട് പോകണോ എന്നുള്ള രീതിയിൽ ഇപ്പോ ആ വഴിമധ്യ എപ്പോ നിലകൊള്ളുന്നത്. അതുകൊണ്ട് ഒരു ഉപദേശം തേടി വന്നതാണ്. എന്താ നിങ്ങളെ പ്രശ്നം? അതെ, എൻ്റെ ഒരു ചേട്ടത്തിയമ്മ ഉണ്ട്, ഭയങ്കര ശല്യമാണ്. എന്നെ ശല്യം ചെയ്ത് കേസ് കൊടുത്തു നോക്കി, എന്നിട്ടൊരു നടപടിയായില്ല. കാരണം അവർക്ക് ഇഷ്ടം പോലെ പണമുണ്ട്. അങ്ങനെ ഞാൻ ക്രൈസ്തവ ദേവാലയങ്ങളിലെ കാണിക്ക വഞ്ചികളിൽ എന്നാലാവുന്ന വിധം ഞാൻ ദാനം ചെയ്തു. ഈ പള്ളിയിൽ ഓരോ മാസവും 500 വെച്ച് ഞാൻ ഇവിടെ നേർച്ച കുറ്റിയിലിട്ടു. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും എന്റെ നേരെ പടച്ചവൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല. എന്റെ ചേട്ടത്തി അമ്മയ്ക്ക് ഒരു ശിക്ഷയും ഇറക്കിയിട്ടില്ല. എന്റെ ആവശ്യം ഞാൻ മരിക്കുന്നതിന്റെ മുമ്പ് എനിക്കത് കാണണം, ഞാൻ എത്ര നേർച്ച വേണമെങ്കിലും തരാം. എന്നെ വിളിച്ചിട്ട് ഇന്ന് പറഞ്ഞൊരു സംഭവം. അപ്പൊ ഇങ്ങേരെന്ത് വിചാരിച്ചു? നല്ല രീതിയിൽ പ്രവർത്തിച്ചാൽ, കുറച്ച് ദാനധർമ്മം ചെയ്താൽ ഇങ്ങേർക്ക് ഇഷ്ടമില്ലാത്തവരെയൊക്കെ അള്ളാഹ് അങ്ങോട്ട് ദ്രോഹിക്കണം എന്നാ. നടക്കൂല. അപ്പൊ മൂന്നാമത്തെ കാര്യം, ലക്ഷ്യം ശരിയാകണം. ഈ 3 നിബന്ധനകൾ ഒത്താലേ യാസീൻ കൊണ്ട് ഉദ്ദേശിക്കപ്പെട്ട ഫലം കിട്ടൂ. എന്നാൽ മരണാസന്നനായ ആളെ മുന്നിൽ അതൊന്നും നിങ്ങൾ നോക്കേണ്ട, ഉള്ള ആത്മാർത്ഥം അനുസരിച്ച് ചെയ്തേക്ക്. അവിടെ തീർച്ചയായിട്ടും രക്ഷ കിട്ടാൻ ഒരുപാട് ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ മഹാന്മാർ ഉദ്ധരിച്ചത്. അല്ലാത്ത ഇപ്പൊ ഹദീസിലൊക്കെ വന്ന ഒരുപാട് അദ്കാറുകളുണ്ട്. അതിന്റെയൊക്കെ മഹാത്മ്യം കേട്ടാൽ നിങ്ങൾ അത് അത്രമാത്രമൊക്കെ ഉണ്ടാവൂ. നമുക്കറിയില്ലേ, എല്ലാവർക്കും അറിയുന്ന, എപ്പോഴും ചൊല്ലി വരാറുള്ള ഒരു ദിക്റാണല്ലോ. അതിന്റെ മഹാത്മ്യം എന്താ? അതിന്റെ മഹാത്മ്യം വളരെ വലുതാണ്. സഹീഹുൽ ബുഖാരിയിൽ കാണാം. ആ മഹാത്മ്യം കേവലം തിയറിക്കലായി പറഞ്ഞു കൊടുത്താൽ സ്വഹാബത്തിന് വിശ്വസിക്കാൻ പ്രയാസമുണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ട് നബി തങ്ങൾ പ്രാക്ടിക്കലായി അതിന്റെ ഫലം സ്വഹാബത്തിന് കാണിച്ചു കൊടുത്തു. ഏതിന്റെ ഫലം? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്നതിന്റെ മഹാത്മ്യം, അതിന്റെ ഭൗതികമായ ഫലം. മരിച്ചെന്നിട്ട് കിട്ടുന്നത് നമുക്കറിയില്ലല്ലോ. ഭൗതികമായ ഫലം സ്വഹാബത്തിന് കാണിച്ചു കൊടുത്തു. ഒരു ഉദാഹരണം, ഔഫ് ഇബ്നു മാലിക് അൽ-അസ്ജഇ റളിയല്ലാഹു അൻഹു മദീനയിലെ ഒരു ദരിദ്രനായ സ്വഹാബിയാണ്. ഔഫ് ഇബ്നു മാലിക് അൽ-അസ്ജഇ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് ഭക്ഷണം എത്തിക്കുന്നത്, ആ വീടിന്റെ അത്താണിയായി താങ്ങും തണലുമായി നിലകൊണ്ടത് ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ സാലിം എന്ന മകനാണ്. സാലിം ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു മകനാണ് വീട് നോക്കുന്നത്. ദൈനംദിനം ചിലവുകൾക്ക് ആവശ്യമായ അന്നം കണ്ടെത്താൻ അധ്വാനിക്കുന്നത് ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ സാലിം റളിയല്ലാഹു അൻഹു ആണ്. ഒരു സുപ്രഭാതത്തിൽ തൊഴിൽ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ മരുഭൂമിയുടെ ഒരു ഭാഗത്ത് വെച്ച് ഒരു സംഘം ജൂതന്മാർ സാലിം റളിയല്ലാഹു അൻഹുവിനെ പിടിക്കുകയും ബന്ദിയാക്കുകയും ചെയ്തു. ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ മകനായ സാലിം എന്നവരെ പിടിച്ച് ബന്ദിയാക്കിയതോടെ ആ മഹാനുഭാവന്റെ വീട്ടിൽ പട്ടിണിയായി. അവിടെ ഗോതമ്പ് മെത്താതെയായി, ഭക്ഷണത്തിനുള്ള വക കിട്ടാതെയായി. അങ്ങനെ വലിയ പട്ടിണിയില്ല കുടുംബം. കാരണം തെണ്ടിച്ച് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്ന മകനെയാണ് ജൂതന്മാർ പിടിച്ച് ബന്ദിയാക്കിയിട്ടുള്ളത്. അതോടൊപ്പം ഉമ്മു സാലിം റളിയല്ലാഹു അൻഹായുടെ കരച്ചിൽ. ഒരുമ്മാക്കും മകനോടില്ലാത്ത പ്രത്യേക വാത്സല്യമായിരുന്നു സാലിം റളിയല്ലാഹു അൻഹുവിനോട് ഉമ്മു സാലിമിനുണ്ടായിരുന്നത്. ഔഫ് റളിയല്ലാഹു അൻഹു പെരക്കാരൻ ഉപ്പ ആകണ്ട് പ്രയാസപ്പെട്ടു. തിന്നാനാണെങ്കിൽ ഇല്ല. മകന്റെ വേർപാടിൽ മകനെ പിടിച്ചുകൊണ്ടുപോയ കാരണത്താൽ ഭാര്യയുടെ ഈ വ്യസനം കണ്ടിട്ട് അതും സഹിക്കാൻ വയ്യ. രണ്ടും കൂടി ആയപ്പോ വീട്ടിൽ കയറാൻ പറ്റാതെ ബുദ്ധിമുട്ടിയപ്പോ ഇലാ ഹദറത്ത് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ഒരു തീരുമാനമാക്കി തരാതെ ഞാൻ വീട്ടിൽ പോകാൻ പറ്റൂല. ഉമ്മു സാലിമിന്റെ കരച്ചിൽ, വീട്ടിൽ പട്ടിണി. അതുകൊണ്ട് നബിയെ രക്ഷ വേണം, രക്ഷ. റസൂൽ അപ്പോ അവിടെ ധീരന്മാരായ കരുത്തുള്ള സഹാബത്ത് അവിടെ ഉണ്ട്. പൂവട അവനെ മോചിപ്പിക്കാൻ പോവാ, അല്ലെങ്കിൽ പൊതുഫണ്ടിൽ നിന്ന് മോചനദ്രവ്യം ഇത്ര കൊടുക്കുക പറഞ്ഞില്ല. എന്താ പറഞ്ഞത്? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ സങ്കടവുമായി വന്ന ഔഫ് റളിയല്ലാഹു അൻഹുവിനോട് പുന്നാര നബി തങ്ങൾ പറഞ്ഞത്, അക്സിറൂ മിൻ ഖൗലി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. അക്സിറൂ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. അത് നിങ്ങളും വാരി അങ്ങ് വർദ്ധിപ്പിച്ചോളും.
നിങ്ങളും ഭാര്യ രണ്ടുപേരും അതങ്ങ വർദ്ധിപ്പിച്ചോളൂ, അത് മതി. ഔഫ് റളിയല്ലാഹു അൻഹുവിന് സമാധാനമായി വീട്ടിലേക്ക് പോയി ഭാര്യയുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, നബി പറഞ്ഞ കാര്യം ഇതാണ്, അതുകൊണ്ട് ഇനി നീ കരയല്ലേ, നമുക്കിതിൽ നിന്ന് അള്ളാഹു മോചനം തരും, നമുക്കിത് രണ്ടുപേർക്കും ചൊല്ലാമെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും ഇതങ്ങനെ വർദ്ധിപ്പിച്ചു. ഈ സമയം സാലിം റളിയല്ലാഹു അൻഹുവിനെ പിടിച്ചു കൊണ്ടുപോയ ജൂത കബീലയിൽ എന്താ നടക്കുന്നത്? സാലിം റളിയല്ലാഹു അൻഹുവിനെ അവർ പിടിച്ച് കെട്ടിയിരിക്കുകയാണ്, രണ്ട് കൈകാലുകളൊക്കെ പിടിച്ച് ബന്ധിച്ച് ഒരു ശക്തമായ ബറ്റാലിയൻ കാവലിൽ നിൽക്കുക. കാരണം 2-3 ആളെന്നാണെങ്കിൽ സാലിം റളിയല്ലാഹു അൻഹുവിന് വിഷയമല്ല. അത്ര ആരോഗ്യ ദൃഢഗാത്രനായ ചെറുപ്പക്കാരനായിരുന്നു സാലിം റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് ഒരു സംഘം തന്നെ കയ്യും കാലും ബന്ധിച്ച് പാറാവ് നിൽക്കുകയാണ്. ഈ സംഘം ഭക്ഷണത്തിനും വിശ്രമത്തിനും പോകുമ്പോൾ അടുത്ത സംഘം വന്ന് കാവലിൽ നിൽക്കുക. എന്താണ് അവസ്ഥ? ഒരു ദിവസം ഇവരിവിടെ ലാഹൗല വർദ്ധിപ്പിക്കുകയുള്ളൂ. ഒരു ദിവസം ഒരു സംഭവം ഉണ്ടായി. പാറാവിന് വന്നിരുന്ന, കാവലിന് വന്നിരുന്ന സംഘത്തിൽ നിന്ന് പകുതി ആളുകൾ മദ്യപിച്ച് ബോധരഹിതരായി വീണു. പകുതി ആളുകൾ മദ്യപിച്ച് ബോധം കെട്ട് വീണു. അവരുടെ ബോധം നശിച്ചു. അവർ സൈഡായി. ഈ സമയം സാലിം റളിയല്ലാഹു അൻഹു യാ അല്ലാഹ് എന്നും പറഞ്ഞിട്ട് ആ കെട്ട് പൊട്ടിച്ചിട്ട് ബാക്കിയുള്ള ആളുകളെ മുഴുവൻ ഇടിച്ച് സൈഡാക്കി. എന്നിട്ട് വീട്ടിലേക്ക് പോവാൻ, മദീനയിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങി. അല്പം ഏതാനും അടികൾ മുന്നോട്ട് വെച്ചപ്പോൾ ചിന്തിച്ചു, അങ്ങനെ വെറും കൈയോടെ പോകണ്ട, വീട്ടിലേതായാലും പട്ടിണിയാണ്, കുറച്ച് ദിവസമായാലും ഞാൻ ജോലിക്ക് പോയിട്ട്, അതുകൊണ്ട് വെറും കൈയോടെ പോയാലും ഉമ്മാക്കും ഉപ്പാക്കും തീറ്റ ഒന്നും കൊടുക്കാണ്ടാവില്ല, ഭക്ഷണം കൊടുക്കാൻ. അതുകൊണ്ട് ഈ ജൂതന്മാരെ കബീലയിൽ കുറച്ചൊക്കെ സ്വത്തുണ്ട്, പകുതി ആളുകൾ മദ്യപിച്ച് സൈഡായി, പകുതി ആളുകളെ ഞാൻ സൈഡാക്കുകയും ചെയ്തു. ഇനിയുള്ള സ്വത്ത് എന്താന്ന് വെച്ചാൽ ഇവിടെ ഇട്ടേച്ച് പോയാൽ അവരത് സത്യത്തിനെതിരെ ഉപയോഗിക്കും. അതുകൊണ്ട് അതും കൊണ്ട് പോകാൻ തീരുമാനിച്ച ആ കബീലയിലേക്ക് സാലിം റളിയല്ലാഹു അൻഹു മടങ്ങിച്ചെന്നു. നോക്കുമ്പോൾ 100 ഒട്ടകവും 4000 ആടുകളും ഉണ്ടായിരുന്നു. അവകളെയും തെളിച്ചുകൊണ്ട് മദീനയിലേക്ക് വീട്ടിലേക്ക് പോവാൻ രാത്രി വീട് പോയി മുട്ടി. മാതാപിതാക്കൾ സാലിം റളിയല്ലാഹു അൻഹുവിനെ സന്തോഷത്തോടെ കൺകുളിർക്കെ കണ്ടു. അവർക്ക് സന്തോഷമായി. ഞങ്ങളുടെ ദുആക്ക് ഉത്തരം കിട്ടിയല്ലോ പടച്ചവനെ, ഞങ്ങൾ ഒന്നേ പറഞ്ഞുള്ളൂ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, ശക്തി ഞങ്ങൾക്കില്ല, അല്ലാഹുവിനാണ് ശക്തി. ഇത് വിശ്വാസത്തോടെ, അർപ്പണബോധത്തോടെ, പൂർണ്ണ ഈമാനോടുകൂടെ ആ മാതാപിതാക്കൾ ചൊല്ലിയതിന്റെ ഫലമായി ഓമനപുത്രൻ വീട്ടുവാതിൽക്കലെത്തി. അവർക്ക് സന്തോഷമുണ്ടായി. ആ സന്തോഷത്തിന്റെ കൂടെ പിതാവ് ഔഫ് റളിയല്ലാഹു അൻഹുവിന് ആശങ്കയുണ്ടായി. എന്തേ ആശങ്ക? നോക്കുമ്പോ പിറകിലേക്ക് നോക്കുമ്പോ ആട്ടിൻ കൂട്ടം, ഒട്ടകക്കൂട്ടം. ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടുപടിക്കൽ ഈ മൃഗങ്ങളുടെ കരച്ചിലും ആരവവും ശബ്ദകോലാഹലവും. ആളുകൾ വന്നു നോക്കി, സുബ്ഹാനല്ലാഹ്, എന്താ ഈ കാണുന്നത്? ഔഫ് റളിയല്ലാഹു അൻഹു മനപ്രയാസായി. ഇലാ ഹളറത്തി റസൂലില്ലാഹ്, നബിയുടെ മുന്നിൽ പോയിട്ട് പറഞ്ഞു, മുത്ത് നബിയേ, മകൻ തിരിച്ചു വന്നിരിക്കുന്നു, അൽഹംദുലില്ലാഹ്, സന്തോഷം. അതോടൊപ്പം ഒരു ആശങ്കയുണ്ട്, അറിയിക്കാൻ ഒരു പ്രയാസമുണ്ട്. അതെന്തേ? റസൂല് ചോദിച്ചു. നബിയെ, പുത്മന്റെ മകൻ സാലിം അവരിൽ നിന്ന് രക്ഷപ്പെട്ടു പോന്നപ്പോ വെറും കയ്യോടെയല്ല വന്നത്, ആ കബീലയെ, ജൂത കബീലയെ മുഴുവൻ കൊള്ളയടിച്ചാണ് വന്നിട്ടുള്ളത് നബിയേ. അതുകൊണ്ട് എന്റെ വീട്ടുപടിക്കൽ ഇത്ര ആടും ഒട്ടകവും ഒന്നായിട്ട് നിരന്ന് നിൽക്കുകയാണ്. ഇത് കേട്ടപ്പോ ഫതബസ്സമ റസൂലുള്ളാഹി, നബി അങ്ങോട്ട് പുഞ്ചിരിച്ചു. ഫഖാല, പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, കുഴപ്പമില്ല, റസഖഹല്ലാഹു ലക്കും, അത് അല്ലാഹ് നിങ്ങൾക്ക് തന്നതാ, അത് കുഴപ്പാക്കണ്ട. കാനൂ അഫ്ഖറൻ നാസി ബിൽ മദീന, കാനൂ അഫ്ഖറൻ നാസി ബിൽ മദീന. ഔഫ് റളിയല്ലാഹു അൻഹുവും കുടുംബവും മദീനയിലെ ദരിദ്രയിൽപ്പെട്ട ഒരു ദരിദ്ര കുടുംബമായിരുന്നു. ബിലൈലത്തിൻ, ഈ ഒറ്റ രാത്രി കൊണ്ട്, സ്വാറു അഗ്നൻ നാസി ബിൽ മദീന, മദീനയിലെ ടോപ്പ് സമ്പന്നന്മാരുടെ കൂട്ടത്തിലേക്ക് ഈ കുടുംബം എത്തി. എന്തുകൊണ്ട്? ബിബറകതി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ഈ പശ്ചാത്തലത്തിലാണ് സൂറത്തു ത്വലാഖിലെ 3-ാമത്തെ വചനം ഇറങ്ങിയത്. وَمَن يَتَّقِ اللَّهَ يَجْعَل لَّهُ مَخْرَجًا وَيَرْزُقْهُ مِنْ حَيْثُ لَا يَحْتَسِبُ وَمَن يَتَوَكَّلْ عَلَى اللَّهِ فَهُوَ حَسْبُهُ إِنَّ اللَّهَ بَالِغُ أَمْرِهِ قَدْ جَعَلَ اللَّهُ لِكُلِّ شَيْءٍ قَدْرًا. ആ സ്വത്ത് അവർക്ക് എടുക്കാം, അള്ളാഹ് കണ്ടറിഞ്ഞു കൊടുത്തതാന്ന ആശയം വരുന്ന പരിശുദ്ധ വചനം ഇറങ്ങിയത് ഈ പശ്ചാത്തലത്തിലാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളിപ്പോ വിഷയം മാറിപ്പോയി. ഈ സൂറത്തുകൾക്കും ദിക്റുകൾക്കും ഉദ്ദേശിക്കപ്പെട്ട ഫലം കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ നിബന്ധനകൾക്ക് വിധേയമാണ്. അതുകൊണ്ട് ആ നിബന്ധനകൾ പാലിച്ച്, പരമാവധി പാലിച്ച്, മരണാസന്നരായ ആളുകളുടെ മുന്നിൽ സൂറത്തു യാസീനും സൂറത്തു റാഅദും പാരായണം ചെയ്യാൻ മറക്കരുത്.
അടുത്ത കാര്യം, മരണാസന്നരായ ആളുകൾക്ക് വെള്ളം കൊടുക്കുക സുന്നത്താണ്. വെള്ളം നൽകൽ സുന്നത്താണ്. വെള്ളം നൽകൽ ചിലപ്പോൾ വാജിബാകും, നിർബന്ധമാകും. എപ്പോ? ഇൻ ലഹറത് ഫീഹി അലാമാതുൻ തദുല്ലു അലാ ഇഹ്തിയാജിഹി. ഇൻ ലഹറത് ഫീഹി അലാമാതുൻ തദുല്ലു അലാ ഇഹ്തിയാജിഹി. വെള്ളത്തിന് ആവശ്യമുണ്ട് എന്നതിന് വല്ല തെളിവും കണ്ടാൽ, ചുണ്ട് വരണ്ടു പോയി, വെള്ളം ചോദിച്ചു പോയി, ഇങ്ങനെ വെള്ളം അത്യാവശ്യമുണ്ടെന്ന് മനസ്സിലാക്കാവുന്ന വല്ല തെളിവുകളും കണ്ടാൽ അത്തരം ആളുകൾക്ക് വെള്ളം കൊടുക്കൽ നിർബന്ധമാണ്. ആശുപത്രിയിൽ കിടത്തിയ രോഗി, അത്യാസന്ന നിലയിൽ കിടത്തിയ രോഗി, ഡോക്ടർ പറഞ്ഞു, ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ചികിത്സിക്കുന്ന ഡോക്ടർ പറഞ്ഞു, വെള്ളം എന്റെ അറിവ് കൂടാതെ കൊടുക്കരുത്, ഉപ്പ മരിക്കാൻ കിടക്കുകയാണ്, അവസാനം ഇച്ചിരി വെള്ളം എന്താന്ന് പറഞ്ഞ് കേണു നോക്കി, ഡോക്ടർ കൊടുക്കരുതെന്ന് പറഞ്ഞ കാരണത്താൽ കൊടുത്തില്ല, അടുത്ത നിമിഷം ഉപ്പ മരിച്ചുപോയി. മഅാദല്ലാഹ്, അങ്ങനെ എത്ര സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോ ദാഹത്തിന്റെ അടയാളങ്ങൾ ഉണ്ടായാൽ അല്ലെങ്കിൽ വെള്ളം ചോദിച്ചാൽ വെള്ളം കൊടുക്കൽ നിർബന്ധമാണ്. ശകലം വെള്ളം കുടിച്ചിട്ട് മരിക്കുകയാണെങ്കിൽ മരിച്ചോട്ടെ എന്ന് വെച്ചിട്ട് രോഗികളോട് വെള്ളം കുടിക്കരുത് എന്ന് ന്യായമായ കാരണങ്ങളാൽ ഡോക്ടർ പറഞ്ഞാൽ മാനിക്കേണ്ടതുമാണ്. ഇപ്പൊ വെള്ളം നൽകുക ഇതെന്തിനാണ്? ആ സമയത്തുള്ള കഠിനമായ ദാഹത്തിന് ശമനം കിട്ടാനും പിശാചിന്റെ പാനപാത്രത്തിൽ നിന്ന് മുക്തി നേടാനും ഇത് പര്യാപ്തമാണ്. എന്ത്? ആ സമയത്തുണ്ടാകുന്ന കഠിനമായ ദാഹത്തിന് ശമനം കിട്ടാനും പിശാച് പാനപാത്രവും കൊണ്ടുവരുമല്ലോ. പിശാചിന്റെ പാനപാത്രത്തിൽ നിന്ന് രക്ഷപ്പെടാനും വെള്ളം കൊടുക്കുന്നത് നല്ലതാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി പഠിപ്പിച്ചു, ഇന്ന ശൈത്വാന യഅതി അഹദകും ഇൻദ മൗതിഹി ഫയഖൂലു മുത് യഹൂദിയൻ ഔ നസറാനിയാ വഖുൽ ലാ ഇലാഹ ഗൈരി അസുബ്ബു അലൈക്കൽ മാ. ഓരോ ആളുകളും മരിക്കാൻ കിടക്കുന്ന നേരത്ത്, മരണമെത്തുന്ന നേരത്ത് പിശാച് കടന്നു വരും. വന്നിട്ട് പിശാച് പറയും, മുത് യഹൂദിയൻ ഔ നസറാനിയാ, നീ ജൂതനായി മരിക്കൂ അല്ലെങ്കിൽ നസറാനിയായി മരിക്കൂ. ഖുൽ ലാ ഇലാഹ ഗൈരി, ഞാനല്ലാത്ത ഇലാഹില്ലെന്ന് പറയൂ. പിശാച് അവനെ ചൂണ്ടിക്കാണിച്ച് പറയും. അങ്ങനെ നീ പറയാൻ തയ്യാറായാൽ അസുബ്ബു അലൈക്കൽ മാ, കണ്ടോ എന്റെ കയ്യിലുള്ള ഈ നല്ല വെള്ളം കുടിക്കാൻ, പാനം ചെയ്യാൻ ഞാൻ തരാം. ആ സമയം അവിശ്വാസികളായ ആളുകൾ ഓക്കെ എന്ന് പറഞ്ഞ് അവന്റെ ഡിമാൻഡ് അംഗീകരിച്ച് ആ വെള്ളം കുടിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അല്ലാഹു കാത്തി രക്ഷിക്കട്ടെ. എന്നാൽ സത്യവിശ്വാസികൾ എങ്ങനെയായിരിക്കും? അപ്പോ ഈ ദുർഘടമായ സമയത്ത്, ഈ ദുരന്ത സമയത്ത് വിശ്വാസികളുടെ മുമ്പാകെയാണ് പിശാച് വന്നതെങ്കിൽ ഉടനെ തന്നെ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം അവിടെ ഇറങ്ങി വരുന്നതാണ്. മഹത്തുക്കളായ മുഫസ്സിറുകൾ അവരുടെ ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ വ്യക്തമായി രേഖപ്പെടുത്തി കാണാം. ഇമാം ഖുർത്തുബിയൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുഅ്മിനാണ് മരിക്കുന്നതെങ്കിൽ ഇവൻ ഈ പാത്രം കൊണ്ട് പിശാച് വരുമ്പോ ഉടനെ ജിബ്രീൽ അലൈഹിസ്സലാം വരും. എന്നിട്ടോ ഫയത്റുദുഹു, പിശാചിനെ ഓടിക്കുന്നതാകുന്നു, പിശാചിനെ അവന്റെ ചാരത്ത് നിന്ന് പറഞ്ഞു വിടുന്നതാകുന്നു. ആ സമയത്ത് ഫയതബസ്സമുൽ മയ്യിത്തു, മരണം അഭിമുഖീകരിക്കുന്ന മനുഷ്യൻ പുഞ്ചിരിക്കും ഈ കാഴ്ച കണ്ട്. പിശാചി വല്ലാത്ത ഇടങ്ങാറുള്ള നേരമല്ലോ, പിശാചിനെ തിരിച്ചറിയോലോ മുഅ്മിൻ. മുഅ്മിനെ പഴപ്പിക്കാൻ പിശാചി വെള്ളം കൊണ്ട് വരുന്ന സമയത്ത്, ഈ പ്രയാസമുള്ള സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് അവനെ ഓടിക്കും. ഫയതബസ്സമുൽ മയ്യിത്തു, മയ്യിത്ത് ചിരിക്കും. ഈ ചിരി മരണം കഴിഞ്ഞാലും ചേതനയറ്റ ശരീരത്തിലും ആ ചിരിയുടെ അടയാളം നിലനിൽക്കും. കണ്ടിട്ടില്ലേ ഒരുപാട് മുഅ്മിനീങ്ങൾ മരിച്ചു കിടക്കുന്നത്? പോയി കണ്ട് നമ്മളൊക്കെ പറഞ്ഞു മരിച്ചു എന്ന് തോന്നുന്നല്ല, ഉറങ്ങിക്കിടക്കാന്നേ തോന്നൂ. ഒരു പുഞ്ചിരി കണ്ടോ ആ മുഖത്ത്? ഈ പുഞ്ചിരിയുടെ കാരണം ജിബ്രീൽ അലൈഹിസ്സലാമിനെ കണ്ട കാഴ്ചയാണ്. പിശാചിനെ ഓടിച്ചത് കാരണത്താലുണ്ടായ സന്തോഷം കൊണ്ട് ചിരിച്ചതാണ്. ആ ചിരി പിന്നെ മയ്യിത്തിലും നിലനിൽക്കുന്നതാണ്. എത്രയെത്ര സ്വാലിഹീങ്ങൾക്ക് അതിന് അവസരം കിട്ടി. അള്ളാഹു നമുക്കതിന് അവസരം തരട്ടെ. അത് കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരു നിബന്ധന ഉണ്ട്. എന്താ? പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച, അള്ളാഹു പഠിപ്പിച്ച ഒരു പ്രാർത്ഥന പതിവാക്കുന്നവർക്കാണ് ഈ ചാൻസ് കിട്ടുക. മാലന്റെ ഏടില് മൗലൂദിന്റെ ഏട് പറഞ്ഞാൽ അതാണെങ്കിൽ പലർക്കും അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. സംഗതി ഖുർആനിൽ ഉണ്ട്, ആ ആശയത്തിലുള്ള സാധനം ഖുർആനിൽ ഉണ്ട്. ഈ മൗലൂദിന്റെ ഏടില് മാത്രമല്ല എന്ന് പറഞ്ഞാലും ആ ഒരു ബുദ്ധിമുട്ടാ. അപ്പൊ വേണം അല്ലെ? ആയിക്കോട്ടെ. ഇതങ്ങനെയല്ല, ഇതൊരു ഏട്ടിലും പറഞ്ഞതല്ല. ഖുർആൻ സൂറത്ത് ആല ഇമ്രാന്റെ 8-9 സൂക്തങ്ങൾ ആ പ്രാർത്ഥനയാണ്. ആ ദുആ പതിവാക്കിയ ആളുകൾക്കാണ് ഇങ്ങനെ ചിരിച്ചു മരിക്കാൻ പറ്റുക. പിശാചിനെ ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് ഓടിക്കുന്നത് അത്തരം ആളുകൾക്ക് കിട്ടുന്നതാണ്. ഏതാണ് ആ ആയത്ത്?
റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ് റബ്ബനാ ഇന്നക ജാമിഉൻ നാസി ലിയൗമിൻ ലാ റൈബ ഫീഹി وأن الله لا يخلف الميعاد ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ആ ദുആ പതിവാക്കിയ ആളുകൾ എന്താ അതിന്റെ ആശയം? റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ, പടച്ചോനെ ഹിദായത്തിലെത്തിച്ചതിന് ശേഷം, ഇസ്ലാമിലെത്തിച്ചതിന് ശേഷം, ഏകദൈവ വിശ്വാസത്തിൽ സത്യദീനിൽ എത്തിച്ചതിന് ശേഷം, അതേ ഹിദായത്ത് തന്നതിന് ശേഷം, ലാ തുസിഗ് ഖുലൂബനാ, ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ പിഴപ്പിക്കല്ലേ തമ്പുരാനെ. ഇസ്ലാം ആയതിനു ശേഷം പിഴപ്പിക്കല്ലേ റബ്ബേ. ഞങ്ങളെ ഹൃദയങ്ങളിൽ പിഴച്ച ചിന്താഗതികൾ തരല്ലേ, ഞങ്ങളെ റൂട്ട് പിഴപ്പിക്കല്ലേ റബ്ബേ. മുസ്ലിമായി കിട്ടിയിട്ടുണ്ട്, ഈ ഇസ്ലാമിലൂടെ തന്നെ ഞങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകണേ, മരണം വരെ അങ്ങനെ കൊണ്ടുപോകണേ എന്ന പ്രാർത്ഥന. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ. റബ്ബേ, നിന്റെ ഔദാര്യത്തിന്റെ കൃപയുടെ ഖജനാവിൽ നിന്ന് നീ ഞങ്ങൾക്ക് വേണ്ടുവോളം കാരുണ്യം ചൊരിച്ചു തരണമേ അല്ലാഹ്. ഇന്നക അൻതൽ വഹ്ഹാബ്, നീയല്ലോ വലിയ ഉദാരമതി, നീയല്ലോ കൂടുതൽ ഓശാരമായി നൽകുന്നവൻ റബ്ബേ. അതുകൊണ്ട് ഞങ്ങളെ ഹിദായത്തിലാക്കിയിട്ട് പഴപ്പിക്കല്ല പഠിച്ചോനെ. ഈ ദുആ അധികരിപ്പിക്കുന്ന ആളുകൾക്കാണ് ഈ ചാൻസ് കിട്ടുക. അല്ലാഹു ആ ചാൻസ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പ്രവാചകർ അതിനല്ലേ പ്രാർത്ഥിച്ചത്. ഉമ്മു സലമ ബീവി പറയുണ്ടായിരുന്നു, ഉമ്മഹാത്തുൽ മുഅ്മിനീകളിൽപ്പെട്ട പ്രവാചകരുടെ പത്നിമാരിൽ പ്രധാനപ്പെട്ട ഒരു ഭാര്യയായ ഉമ്മു സലമ ബീവി, നബി തങ്ങൾ എന്റെ അരികിലാകുമ്പോ കാന അക്സറു ദുആഇഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി കൂടുതൽ ദുആ ചെയ്തിരുന്നത് എന്തായിരുന്നു? നമുക്ക് ഏറ്റവും കുറച്ച് നമ്മൾ ദുആ ചെയ്യുന്ന കാര്യം നബി ഏറ്റവും കൂടുതൽ ദുആ ചെയ്യും. നമ്മളൊരു ദിവസം ഇപ്പൊ ദുആ ചെയ്യുകയാണെങ്കിൽ, നിസ്കാരം ദുആയൊക്കെ ഉള്ള ആളുകൾ ദുആ ചെയ്യുന്നതെന്ന് കൂട്ടി വെക്കുകയാണെങ്കിൽ 90% ഭൗതിക കാര്യമായിരിക്കുമല്ലോ. എന്നാ നബി തങ്ങളുടെ കൂടുതൽ നബി ദുആ ചെയ്തത് ഞാൻ കേട്ടത്, ഏറ്റവും കൂടുതൽ നബി പ്രാർത്ഥിച്ച പ്രാർത്ഥന മഹദി ഉമ്മു സലമ ബീബി റളിയല്ലാഹു അൻഹ പറയാണ്, എന്റെ കൂടെ നബിയാകുമ്പോൾ അവിടുന്ന് ധാരാളം ധാരാളം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ഒരു പ്രാർത്ഥന. അതെന്തായിരുന്നു? യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക. യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ തിരിച്ചു മറിക്കുന്നവനെ. കള്ളുടിക്കാണെന്ന് തോന്നുന്നത് അള്ളാന്റെ വിധി തന്നെയല്ലേ? മനുഷ്യന് അതിൽ കസ്ബി ഇഖ്തിയാർ ഉണ്ടെങ്കിലും അതിന്റെ ഖൽഖ് അള്ളാഹുവിൽ നിന്നാണല്ലോ. വിശദീകരിക്കുന്നില്ല. പടച്ചവനെ, ഖൽബുകളെ മറിക്കുന്ന, മാറ്റിമറിക്കുന്ന, ചിന്തകളെ മാറ്റിമറിക്കുന്ന റബ്ബേ, സബ്ബിത് ഖൽബി. പലരും അവരുടെ ഹൃദയങ്ങളെ നീ മാറ്റിയപ്പോ അവർ കുഫറിലെത്തി, പലരും പിഴച്ചുപോയി. പടച്ചവനെ, അങ്ങനെ ഹൃദയങ്ങളെ കൈകാര്യം ചെയ്യുന്ന നാഥ, സബ്ബിത് ഖൽബി അലാ ദീനിക, എന്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തേ റബ്ബേ. എന്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്ത് റബ്ബേ. ഈ പ്രാർത്ഥനയായിരുന്നു അധികം പ്രാർത്ഥിച്ചത്. അതുകൊണ്ട് ആ പ്രാർത്ഥനയാണ് ഖുർആൻ പറഞ്ഞ പ്രാർത്ഥനയും മറ്റൊരു ഭാഷയിലാണെന്ന് മാത്രം. ഖുർആനിലും ഹദീസിലും വാരിദായ പ്രാർത്ഥനയാണ്. എല്ലാവരും ആ പ്രാർത്ഥന പതിവാക്കുക, അങ്ങനത്തെ ചാൻസ് കിട്ടാൻ വേണ്ടി. ഒപ്പം ഇന്നിപ്പോ എന്തൊക്കെയാ പറഞ്ഞത്? മലക്കുകൾക്ക് തടസ്സമാകുന്ന രൂപങ്ങൾ ആ വീട്ടിൽ നിന്ന് മാറ്റുക എന്നത് പറഞ്ഞു, അല്ലേ? അതുപോലെ തന്നെ യാസീനും സൂറത്ത് റഅദും ഓതുക എന്നത് പറഞ്ഞു. മൂന്നാമത് മരണാസന്നനായ ആൾക്ക് വെള്ളം കൊടുക്കുക എന്ന് പറഞ്ഞു. ഇപ്പൊ മരിച്ചു. ഇനി മരണശേഷമുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ആഴ്ച ഇൻഷാ അല്ലാഹ് പറയാം. അള്ളാഹു നല്ല മരണം നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ. മയ്യിത്ത് സംസ്കരണത്തെക്കുറിച്ച് മരിച്ചുപോയ ആളുകൾക്ക് ചെയ്തു കൊടുക്കേണ്ട ഇസ്ലാം പഠിപ്പിച്ച മര്യാദകളെ കുറിച്ച് പഠിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
പെരുമ്പാവൂർ ടൗൺ ജുമാ മസ്ജിദ് ഇമാം ഉസ്താദ് ശിഹാബുദ്ദീൻ ഫൈസിയുടെ പ്രഭാഷണമാണ് നിങ്ങൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്നത് പ്രമുഖ ബ്രാൻഡുകളുടെ ജെൻസ്വെയർ ഷോറൂമായ ന്യൂക്ലിയസ് പെരുമ്പാവൂർ. ബ്രാൻഡഡ് ഷർട്ട്, പാൻസ്, ജീൻസ് തുടങ്ങി പുരുഷന്മാർക്ക് ആവശ്യമായ എല്ലാ വസ്ത്രങ്ങളുടെയും ഒരു കംപ്ലീറ്റ് ഷോപ്പ്. ന്യൂക്ലിയസ് ജെൻസ്വെയർ, ടൗൺ ജുമാ മസ്ജിദിന് സമീപം, AM റോഡ്, പെരുമ്പാവൂർ.